കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞ് എനിക്ക് ആ ശ്രീദേവിനെ അത്ര കൂടെ പിടിക്കണില്ല എന്ന് പറയാണ്. അവരോടൊപ്പം ഒരു യാത്ര അതത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട മിത്ര പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ആനന്ദേട്ടൻ നിർബന്ധിച്ചാൽ പിന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ആനന്ദേട്ടനെ ഓർത്ത് മാത്രം ഈ യാത്രയ്ക്ക് സമ്മതിച്ചു തന്നെ എന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രീദേവി എന്നിട്ട് പറഞ്ഞു, എന്താ രണ്ടുപേരും കൂടെ ഒരു സൊള്ളലെന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എന്നെ കൂടാതെ എന്തോ ഒരു കുശലം പറയാനുള്ളതെന്നോ പറയാണ്. അതിപ്പം ശ്രീദേവേച്ചി ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും യാത്രേനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു പറയാണ്. യാത്രേനെ കുറിച്ചോ? എന്ത് യാത്രേനെ കുറിച്ചോ? ഓ, നിങ്ങളും ട്രിപ്പ് പോകുന്നുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അപ്പൊ ശ്രീദേവേച്ചി അറിഞ്ഞില്ലേ ഞങ്ങൾ തേക്കടിക്ക് പോകുന്നുണ്ടെന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇവരും തേക്കടിക്ക് വരുന്നുണ്ട്, കൊള്ളാം. ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ മുഴുവൻ കൊണ്ടുപോകുന്നൊരു ട്രിപ്പായി മാറുവാണല്ലോ ഇതൊന്നും മനസ്സിൽ വിചാരിക്കുവാണ്. പിന്നീട് മീനാക്ഷി പറഞ്ഞു, എന്ത് ചെയ്യാനെന്ന് പറ, ഞങ്ങൾക്കാണെങ്കിൽ പോരാൻ ഒരു താല്പര്യമില്ലായിരുന്നു, ആനന്ദേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ ട്രിപ്പിന് പോകാൻ തന്നെ സമ്മതിച്ചത്. അപ്പോഴേക്ക് ശ്രീദേവിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അത് ശരിയാ, ആരിനും ആണെങ്കിൽ അതുപോലെ തന്നെ പറഞ്ഞു, ആനന്ദേട്ടൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയാണ്. ശ്രീദേവി പറഞ്ഞു, ഓഹോ, അപ്പൊ ആനന്ദേട്ടനല്ലേ നിർബന്ധിച്ചല്ലേന്ന് ചോദിക്കാം. അതേന്ന് പറയാണ്. എന്താ ശ്രീദേവി എടുത്തി മോഹം എന്താ മാറിയത്, ഞങ്ങൾ വരുന്ന ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല, എല്ലാരും കൂടെ ആവുമ്പോ നല്ല രസം ഉണ്ടായിരിക്കും, അത് ഞാൻ ആലോചിച്ചാന്ന് പറയാണ്. അങ്ങനെയല്ലേ ശ്രീദേവിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ എന്തേലും പറഞ്ഞിട്ടുണ്ട് ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം മിത്ര പറഞ്ഞു, എന്തോ ശ്രീദേവി അടുത്തേക്ക് അത്ര പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു നമ്മൾ പോകുന്ന കാര്യം, ആനന്ദേട്ടൻ ശ്രീദേവി അടുത്തോട് പറഞ്ഞിട്ടില്ലാന്ന് തോന്നേ നമ്മളും കൂടെ ഉണ്ടെന്നുള്ള കാര്യം. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. പിന്നീട് മീനാക്ഷി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം, പോകുന്ന കുഴപ്പമില്ല, പക്ഷെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഞാനും ഉണ്ടായിരിക്കും എന്ന് പറയണം. അല്ലാതെ വെറുതെ എന്താണെങ്കിലും ഞാനങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. പിന്നീട് പോകുന്ന യാത്രയെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ശ്രീദേവി ഇങ്ങനെ പുറത്തു നിൽക്കുക. ഈ സമയത്ത് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നേ. ആനന്ദ് വന്ന് ശ്രീദേവി കണ്ടില്ല. ശ്രീദേവി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആനന്ദ് വന്ന് പുറകിന്ന് വന്ന് കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ശ്രീദേവി ഞെട്ടിപ്പോയി. ആനന്ദ് വെച്ച് ഞെട്ടിപ്പോയെന്ന് ചോദിക്കുക. അത് പിന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് നമ്മള് പേടിച്ചു പോയില്ലെന്ന് ചോദിക്കുക. പെട്ടെന്ന്, ഓ, പേടിക്കാൻ മാത്രം ഒന്നുമില്ല, ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാ. അല്ല, എന്റെ പ്രീതമ്മ എന്തായിരുന്നു ഭയങ്കര ആലോചനയില്? ഓ, അതൊന്നും ഇല്ലാന്ന് പറയണ. എന്താ? അല്ല, നമ്മൾ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചാ. അല്ല ആനന്ദേട്ടാ, ഈ തേക്കടിക്ക് ട്രിപ്പ് പോകുന്നേ സാധാരണഗതിയില് ഭാര്യയും ഭർത്താവും തന്നെയല്ലേന്ന് ചോദിക്കും. അത് അല്ല, ആനന്ദേട്ടനാണോ ഈ പറയുന്ന ആരിനോടും ആകാശിനോടും അവരോടൊക്കെ പറഞ്ഞത്, അവരോടും കൂടെ വരണമെന്ന് പറഞ്ഞേ? അതാണോ? അത് ഞാനാ പറഞ്ഞേ. ആനന്ദേട്ടൻ നിർബന്ധിച്ചോന്ന് ചോദിക്കോ? ഞാൻ നിർബന്ധിച്ചു. അവരും കൂടെ ഇല്ല എന്താ യാത്രയ്ക്കൊരു സുഖം ഇരിക്കണേ. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ആകാശാണെങ്കിലും ആരിനാണെങ്കിലും നല്ലൊരു യാത്രയൊന്നും പോയിട്ടില്ലെന്ന് പറയാ. അല്ല ആനന്ദേട്ടാ, ഈ ഹണിമൂൺ ട്രിപ്പൊക്കെ പോകുന്ന ഭാര്യയും ഭർത്താവും തമ്മിലല്ലേ, രണ്ടുപേരും തമ്മില് ഒരുമിച്ചല്ലേ, അവർ രണ്ടുപേരും മാത്രമല്ലേ കാണത്തുള്ളൂ എന്ന് പറയാം. അങ്ങനെയൊക്കെ തന്നെയാ, പക്ഷെ എങ്കിലും മറ്റവരൊന്നും പോയിട്ടില്ലോ, അപ്പൊ അവരും കൂടെ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേന്ന് ചോദിക്കും. എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള മനുഷ്യനോട് ഇനി എന്ത് പറയാനാ, എല്ലാ വഴികളും അടഞ്ഞു പോവാണല്ലോ ഭഗവാനെ എന്നോർത്തോണ്ട് ശ്രീദേവി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ശ്രീദേവി, എന്താ ചോദിച്ചെന്ന് ചോദിക്കാം. ഒന്നുമില്ല, അതെ, എല്ലാരും കൂടെ ഉണ്ടെ നമുക്ക് അടിച്ചു പൊളിച്ചു പോയിട്ട് വരാലോ, അത് ഉദ്ദേശിച്ചാൽ ഞാൻ പറഞ്ഞെന്ന് പറയാം. ശ്രീദേവിക്ക് എന്തൊക്കെയും കുഴപ്പമുണ്ടോ നിൽക്കും. ഒന്നുമില്ലാന്ന് ശ്രീദേവി പറയണം. പിന്നീട് അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് ബാലൻ അവിടെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ചെന്നു, ബാലന്റെ അടുത്തേക്ക് ചെന്നു. ഒരു പക്ഷെ പറയണോ, ഒരു പക്ഷെ ആകാശിനെ ആരിനെയും താൻ കൊണ്ടുപോകണമെന്ന് പറയണോ എന്നൊരു ചിന്ത ആനന്ദിന്റെ മനസ്സിലേക്ക് വരുവാണ്. ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ ചോദിച്ചു, എന്താടാ മോനെ, നീ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല അച്ഛാ. അതെ, നിനക്ക് എന്തെങ്കിലും പേടിയുണ്ടോ പോകുന്നതിനെ കുറിച്ച് ഓർത്തിട്ട്? പേടിയൊന്നും ഇല്ലാന്ന് പറയണ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ആകാശ് പോയി കഴിഞ്ഞപ്പം എല്ലാരും കൂടെ പോയിട്ടുണ്ടായിരുന്നു ട്രിപ്പ് പോയ സമയത്ത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. അല്ല, അത് അങ്ങനെ എന്തേലും ഞങ്ങൾ വരേണ്ടതുണ്ടോ നിന്റെ കൂടെ എന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും വേണ്ട അച്ഛന്ന് പെട്ടെന്ന് ആടി പറയാ. അതെന്താണ് മോനെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, അച്ഛനത് ബുദ്ധിമുട്ടാകത്തില്ലേ? എനിക്കത് പ്രശ്നമൊന്നുമില്ല, ആ പ്രശ്നം ഞാനങ്ങോട്ട് സോൾവ് ചെയ്തോളാം, വേണേ ഞാനും ഗോമതിയും കൂടെ വരാന്ന് പറയണം. വേണ്ടച്ചാ, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് ആനന്ദ് പറയണം. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അങ്ങനെയാണോ കുഴപ്പമില്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ വരാന്ന് പറയണം. ദൈവമേ, ഇനി അച്ഛനോട് ആകാശിനെ ആന്യം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം പറയുന്നേ, ഇപ്പൊ തൽക്കാലത്തേക്ക് പറയണ്ട, അത് സമയം പറഞ്ഞാൽ മതി എന്നൊക്കെ ആനന്ദ് മനസ്സിൽ കരുതുവാണ്.
പിന്നീട് ബാലൻ പറഞ്ഞു പോകുന്നോ കുഴപ്പമില്ല, പക്ഷെ നല്ല ഹോട്ടലിൽ തന്നെ റൂമൊക്കെ എടുക്കണം, പിന്നെ വെള്ളമാണെങ്കിലും ഫുഡാണെങ്കിലും നന്നായിട്ട് വേണം നോക്കി കഴിക്കാനും വാങ്ങിച്ചൊക്കെ നല്ല കടകളിൽ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യണം, വയറ് കേടാക്കുകയും ചെയ്യരുതെന്ന് പറയണം. നീ മാത്രമല്ല നിന്റെ കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടെന്നുള്ള ബോധം വേണമെന്നൊക്കെ പറയാം. അതൊക്കെ ഞാൻ ഏറ്റച്ച, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ആനന്ദിനാകപ്പാട് ടെൻഷനായി പോയി. എന്നാലും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നീട് മീനാക്ഷിയും മിത്രവും കൂടെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഗോമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാം. മീനാക്ഷി പറഞ്ഞു, അമ്മയും കൂടെ വരുന്നുണ്ടോ ഞങ്ങൾ പോകുന്നപ്പം ചോദിക്കുവാൻ. എന്റെ പൊന്നോ ഞാനില്ലേന്നും പറഞ്ഞോണ്ട് ഗോമതി കൈകൂപ്പാണ്. അതെന്താ ഞാനെങ്ങും വരുന്നില്ല, ഞാനിവിടെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ കഴിഞ്ഞോളാം, ബാലനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറയണം. ഈ സമയം മീനാക്ഷി പറഞ്ഞു, എന്താ അമ്മയും കൂടെ ഉണ്ടെങ്കിൽ രസം ഉണ്ടായിരുന്നു പറയണം. വേണ്ട വേണ്ട ഞാനില്ലാന്ന് പറയാം. അല്ല അപ്പൊ നിങ്ങൾ അച്ഛൻ വരണ്ടേന്ന് ചോദിക്കും, ബാലേട്ടൻ വരണ്ടേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. എന്താ മിണ്ടാത്തെ? മിത്രയോട് ചോദിക്കാൻ പറയണേ. മിത്രയോട് ചോദിച്ചാൽ മിത്ര പറഞ്ഞു, മീനാക്ഷി അടുത്ത് ചോദിക്കാൻ പറയണേ. എനിക്ക് മനസ്സിലായി രണ്ടുപേർക്കും താല്പര്യമില്ലല്ലേ ബാലേട്ടനെ കൊണ്ടുപോകാനായിട്ട്. അതെ ഞാൻ എന്താണെങ്കിലും വരുന്നില്ല, നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ എന്നൊക്കെ പറയണം. ഈ സമയം മിഥുൻ നേരെ അലോകിന്റെ രാജശ്രീയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു നല്ല ബമ്പം പ്ലാൻ തയ്യാറാക്കാൻ നമുക്ക് ഒരു അവസരം ഒത്തിട്ടുണ്ടെന്ന് പറയണേ. ബമ്പം പ്ലാനോ? എന്ത് പ്ലാന്? അതെ അപ്പുറത്തെ ദേവമംഗലത്തുള്ള അവരെല്ലാരും ഹണിമൂൺ ട്രിപ്പ് പോവാ, ജോഡികളെല്ലാരും കൂടെ. ആഹാ കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ തേക്കടി വെച്ച് അവർക്കൊരു പണി കൊടുക്കാന്ന് പറയണം. അവര് പോകുന്ന വണ്ടി ഉറപ്പായിട്ടും നമുക്ക് തേക്കടിയെ കായലിലേക്ക് തള്ളിയിടണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അല്ലോ പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതൊക്കെ നടക്കൂടാ എന്നും മിഥുൻ പറയണം. വേണമെങ്കിൽ മിത്രേനെ നമുക്ക് രക്ഷപ്പെടുത്താം, ബാക്കി എല്ലാത്തിനും നമുക്ക് കാലിമുക്കി കൊല്ലാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ രാശ്രീ പറഞ്ഞു, വല്ലതും നടക്കുവോ? ആര് ധൈര്യമായിട്ടിരിക്കുക, അവര് തേക്കടിക്ക് പോയിട്ട് വരുമ്പോൾ കേൾക്കുന്ന ഒരു ദുരന്ത വാർത്ത തന്നെ ആയിരിക്കും എന്ന് പറയാം. അതുകൊണ്ട് ആന്റിക്ക് ഒരു പേടിയും വേണ്ട, അധികം വൈകാതെ തന്നെ ആന്റിയുടെ സ്വപ്നങ്ങളും മോഹങ്ങളും അങ്ങനെ പൂവണിയും പോവാന്ന് പറയണം. ഇത് കേട്ടപ്പോ അലോ പറഞ്ഞു, ഇത്തവണയെങ്കിലും നടന്നാൽ മതിയായിരുന്നു, എത്ര വട്ടമായി നമ്മള് അവർക്കിട്ട് പണി കൊടുക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറയാണ്. അത് ശരിയാ, ഈ തവണ ഉറപ്പായിട്ട് നടക്കും ആന്റി, ഞാനല്ലേ പറയണെന്നൊക്കെ പറയണം മിഥുന്. പിന്നീട് വൈകുന്നേരം മുറിയിലേക്ക് ശ്രീദേവി വരുവാണ്. ആ സമയം ആനന്ദ് മുറിയിലുണ്ടായിരുന്നു. പിന്നീട് ആനന്ദോട് പറഞ്ഞു, അതെ ആനന്ദേട്ടാ എനിക്കൊരു കാര്യം സംസാരിക്കാണെന്ന് പറയും. എന്ത് കാര്യം? പിന്നീട് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച്. എന്താ ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച്? അല്ല ട്രിപ്പ് പോകുന്ന സമയത്ത് മീനാക്ഷിയും മിത്രയൊക്കെ കാണുമല്ലോ, പക്ഷെ എങ്കില് നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് അല്ലേ, അങ്ങനെ പോണ സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളല്ലേ എന്ന് ചോദിക്കണം. അതെന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല ഈ കുടുംബത്തിലെ മൂത്ത മരുമോള് ഞാനാണല്ലോ, അപ്പൊ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാണ്. ആനന്ദേട്ടനും അല്ലേ മൂത്ത ഏട്ടന്, നമ്മൾ രണ്ടും കൂടെ വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. അതിനിപ്പോ എന്താ കുഴപ്പം? എല്ലാരും കൂടെ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാലോ എന്ന് പറയാ. അല്ല അത് പിന്നെ ഉണ്ടല്ലോ, എന്താ ഞാൻ പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടേതായ തീരുമാനങ്ങൾ കാണും, ചിലപ്പോൾ അവർക്ക് അവരുടെ തീരുമാനങ്ങൾ കാണും, പക്ഷെ എങ്കില് നമ്മുടെ ഹണിമൂൺ ആയതുകൊണ്ട് നമ്മൾ വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനെന്ന് പറയാം. പിന്നീട് പറഞ്ഞു, അത് മാത്രല്ല പിന്നെ വേറൊരു കാര്യം, ഈ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന സമയത്തെ ഈ പറയുന്ന മീനാക്ഷിക്കാണെങ്കിൽ ജോലിയുണ്ട്. അതെ പക്ഷേങ്കില് ഈ പറയുന്ന ആരിനും ഇത്രയ്ക്ക് പ്രത്യേകിച്ച് ജോലികളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ആരിനാണെങ്കിൽ ഒരു ഡെലിവറി മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അതിനകത്തുനിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമല്ലേ, പോകുന്ന സമയത്ത് ഫുഡിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ എക്സ്പെൻസ് തന്നെ ആയിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തെ മീനാക്ഷിക്ക് കുഴപ്പമില്ല, പക്ഷെ ആരിന്റെ കയ്യിൽ അതിനുള്ള പണമൊക്കെ ഉണ്ടായിരിക്കുമോ? അപ്പൊ ആനന്ദേട്ടൻ വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് ചോദിക്കാം. അവളുടെ മനസ്സിലിരിപ്പ് അങ്ങനെ പുറത്തു വരുവാണ് ശ്രീദേവിയുടെ. ആനന്ദ് പെട്ടെന്ന് പറഞ്ഞു, ശ്രീദേവി എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഞങ്ങളെ മക്കൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങക്ക് എന്തെങ്കിലും പ്രത്യേക സാധനം അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ആൾക്ക് കൊടുത്തിട്ട് ഒരാൾ തിന്നുള്ളൂ, ആ ഒരു ക്യാരക്ടർ ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ തന്നെയാ. ഞങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ശ്രീദേവിക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയാം. ഇത് കേട്ട ശ്രീദേവി ഒരു അന്തം വിട്ട് നോക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല, ഞങ്ങൾ ഉള്ളത് കൊണ്ട് മൂന്നുപേര് ഷെയർ ചെയ്ത് കഴിക്കുന്നവരാ. ഇപ്പൊ ഒരാൾക്ക് ഇച്ചിരി പണം കുറവാന്ന് ഓർത്തോണ്ട് ഞങ്ങൾ അവനെ മാറ്റി നിർത്താനൊന്നും പോകുന്നില്ല, ഞങ്ങളോടൊപ്പം ഞങ്ങൾ ചേർത്ത് നിർത്തുക ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുവാണ്. അങ്ങനെ അവിടെ ഒരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കാൻ വന്ന ശ്രീദേവിക്ക് നല്ല പണി തന്നെയാണ് അവൻ കൊടുക്കുന്ന, ആനന്ദ് കൊടുക്കുന്നത്. പെട്ടെന്ന് ശ്രീദേവി വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. അയ്യോ ആനന്ദേട്ടാ എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്, ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. ആനന്ദേട്ടന് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ലെന്ന് പറയും. വിഷമോ? അങ്ങനെയൊന്നും ഞാൻ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ. അതേട്ടാ ഞാൻ പറഞ്ഞു പോയി തെറ്റായെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ പറയണേ. തെറ്റൊന്നും പറഞ്ഞില്ലോ. ശ്രീദേവിയുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. ഞാൻ പൊതുവായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യം ഓർത്താ, കാരണം നമ്മളിങ്ങനെ എല്ലാരും കൂടെ പോയി കഴിയുമ്പത്തിന് ആൾക്കാർ പറയും ഹണിമൂൺ ട്രിപ്പ് പോവുള്ളൂ, അവരെല്ലാരും കൂടെ എന്തിനാ ഒരുമിച്ച് പോണേന്നൊക്കെ, അങ്ങനെ പല ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഓർത്തിട്ട് ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോന്നൊക്കെ പറയണേ. അങ്ങനെ പതുക്കെ ആനന്ദിനെ സോപ്പിടുവാണ്. ശ്രീദേവിയുടെ ഉദ്ദേശം നടന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് പിന്നീട് ഒരു പിടിച്ചു നിൽപ്പില്ലല്ലോ.
പിന്നീട് മീനാക്ഷി മുറിയിലിരിക്കുന്ന സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ ആകാശം വന്നിട്ട് നീ ഡ്രസ്സൊന്നും പായ്ക്കതില്ലേന്ന് ചോദിക്കും. ഇല്ല, പായ്ക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെന്ന് പറയാം. എന്ത് കാര്യം? അല്ല, നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്തെ എന്റെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ആകാശം അംഗീകരിക്കണം എന്ന് പറയാം. എന്താവശ്യങ്ങൾ? അതൊക്കെ ഞാൻ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആകാശം പറഞ്ഞു, ഓഹോ, അത്രയ്ക്ക് വലിയ ഡിമാൻഡും കാര്യങ്ങളൊക്കെയാണോ? എങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിന്നോട് ഇതിലായിട്ട് ഒരു ഡിമാൻഡും കാര്യങ്ങളും ആവശ്യപ്പെട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മനസ്സിലുള്ള ഡിമാൻഡുകളൊക്കെ അങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു ഞെട്ടലോട് കൂടിയിട്ട് മീനാക്ഷി ഇങ്ങനെ നിൽക്കുക, എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.